നമസ്തേ. കൊല്ലം ജില്ലയുടെ ഏകദേശം അതിർത്തി പ്രദേശമായ പാരിപ്പള്ളി പട്ടണത്തിൽ നിന്നും 2 കിലോമീറ്റർ ദൂരത്തിലാണ് ശ്രീ ലക്ഷ്മി നാരായണ ക്ഷേത്രമുള്ളത്. വവ്വാക്കുന്നിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഈ ദേശത്തിന്റെ സാംസ്കാരിക ഉന്നതിക്ക് വേണ്ടി, അഭിവൃദ്ധിക്ക് വേണ്ടി അഷ്ടദിന മഹായാഗം നടക്കുകയുണ്ടായി. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പുരോഹിത ശ്രേഷ്ഠന്മാരാണ് ഈ യാഗത്തിൽ എത്തിച്ചേർന്നത്. ഒപ്പം മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട കലാകാരന്മാർ, മന്ത്രിമാർ, MLA മാർ, സാഹിത്യകാരന്മാർ, അങ്ങനെ നിരവധി പേരുടെ വലിയ സാന്നിധ്യവും സഹകരണവും ഈ യാഗത്തിനുണ്ടായി. ഇന്ന് മഹായാഗത്തിൻ്റെ പരിസമാപ്തിയാണ്. ഒരു യാഗത്തിൽ പങ്കെടുക്കുക എന്നത് മനുഷ്യജന്മത്തിൽ കിട്ടുന്ന വലിയ പുണ്യമാണ്. ഈ മഹായാഗത്തിൻ്റെ പരിസമാപ്തി കാഴ്ചകൾ നിങ്ങൾക്ക് മുന്നിലേക്ക് വിനയത്തോടെ, ഭക്തിയോടെ സമർപ്പിക്കുകയാണ്. നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നത്? നമ്മള് വർക്കല പുല്ലാനിയോട്. എന്താവശ്യമായിട്ടാണ് ഭഗവാന്റെ? നമ്മളൊരു ജോബിന്റെ ആവശ്യവും പിന്നെ അല്ലാതെ ഒരു പൈസ സാമ്പത്തികത്തിന്റെ ഒരു കാര്യത്തിനോട് വേണ്ടിയിട്ടാണ് വന്നത്. ലക്ഷ്മി നാരായണ ക്ഷേത്രം ഭൂമിയിലെ ഏക ക്ഷേത്രമാണ്. അർത്ഥനാരീശ്വര സ്വഭാവത്തിലിരിക്കുന്ന ഭൂമിയിലെ ഏക ക്ഷേത്രം വവ്വാക്കുന്ന് ലക്ഷ്മി നാരായണ ക്ഷേത്രം. വേറൊരു ക്ഷേത്രം ഭൂമിയിലില്ല. നിങ്ങൾ ഉദ്ദേശിച്ച കാര്യം നടക്കാം. 3 ദിവസം കൊണ്ട് നടന്നു അല്ലേ? 3 ദിവസം കൊണ്ട് നടന്നു. തൃപ്തിയല്ലേ അത്? നിങ്ങൾക്ക് തൃപ്തിയാണ്. കലയ്ക്കപ്പുറം ചെറുന്നിയൂർ എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത്. എൻ്റെ പേര് സുദർശനൻ നായർ. ഞാനെൻ്റെ വസ്തു വിൽക്കാനായിട്ടുള്ള ഒരു ശ്രമമാണ്. ഞാൻ ഒരുപാട് സമയമായിട്ട് ശ്രമിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഒന്നും നടന്നില്ല. 29-ാം തീയതി ഞാനിവിടെ വന്നു. മണ്ണ് കൊണ്ടുവന്ന് പൂജ നടത്തി. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ അതിന് ഒരു കക്ഷി വരികയും ഇപ്പം ഈ കഴിഞ്ഞ ആഴ്ച അഡ്വാൻസ് സ്വീകരിക്കുകയും ചെയ്തുകൊണ്ട് ഈ മാസം അവസാനം അല്ലെങ്കിൽ അടുത്ത മാസം ആദ്യം ഫുൾ എമൗണ്ടോടുകൂടി എഴുതുകയും ചെയ്യുകയാണ്. ഞാനിങ്ങനെ പലരിലൂടെയും ഇങ്ങനെ അറിഞ്ഞു, ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും നടക്കും എന്നുള്ള ഒരിതുണ്ടായിരുന്നു. വവ്വാക്കുന്ന് ലക്ഷ്മി നാരായണ ക്ഷേത്രത്തിൽ വന്നത് എൻ്റെ മോൻ്റെ ജോലിക്കാര്യത്തിനായിട്ടാണ് ഞാൻ വന്നത്. ഇവിടെ വന്ന് ഇവിടുത്തെ പൂജകളനുസരിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു. 2 പൊങ്കാല കഴിഞ്ഞ് 2ാമത്തെ പൊങ്കാല കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ മോന് ജോലിയായി. മന്ത്രം ജപിക്കുകയും സൂര്യ നമസ്കാരം ചെയ്യുകയും ചെയ്താൽ നമ്മുടെ ശരീരത്തിലുള്ള 72,000 നാഡീ ഞരമ്പുകളും 107 മർമ്മങ്ങളും തൊടുമർമ്മങ്ങളും അടങ്ങിയ ഈ മനുഷ്യ ശരീരം എന്ന ചാക്രിക വ്യൂഹം, ആ ഊർജസ്വത്ത, ആ സൂര്യജ്വാല പോലെ ജ്വലിച്ചുണരുവാൻ വേണ്ടിയാണ് ഈ കർമ്മങ്ങളെല്ലാം നാം ആചാരമായി അനുഷ്ഠിക്കുന്നത്. ജാതിയോ മതമോ കുലമോ വ്യവസ്ഥിതികളോ ഒന്നും ഭാരതത്തിലെ ആ ഒരു ജനറേഷൻ മനുഷ്യരിലില്ലായിരുന്നു. കൂടുതലും 80% ക്ഷേത്രങ്ങളും പ്രതിഷ്ഠിച്ചിരിക്കുന്നത് കിഴക്ക് ദർശനത്തിലാണ്. ആ വരുന്ന ഊർജത്തെ, ആ പോസിറ്റീവ് എനർജിയെ ആ ക്ഷേത്ര ശ്രീകോവിലേക്ക് കടന്നു വരുമ്പോൾ ഈ ശില, കൃഷ്ണശിലയാണ് ക്ഷേത്രത്തിൽ പ്രതിഷ്ഠ ചെയ്യുന്നത്. ഈ കൃഷ്ണശിലയ്ക്ക് എന്ത് പവറുണ്ട്? മാഗ്നറ്റിക് എനർജി പവറുള്ള ഏറ്റവും വലിയ ശിലയാണ് കൃഷ്ണശില. ഈ ശില ഈ എനർജി പവറിനെ ആവാഹിച്ചെടുക്കുകയും അതിനെ പോസിറ്റീവ് എനർജിയായി എന്ത് ചെയ്യുന്നു? വിഘടിപ്പിച്ച് വിടുകയും ചെയ്യുന്നു. അപ്പോൾ പഴയ തച്ചുശാസ്ത്ര വിധി എത്ര ശ്രേഷ്ഠമായിട്ടാണ് മനുഷ്യരാശിക്ക് നൽകിയതെന്ന് നാം ചിന്തിക്കണം. അപ്പോൾ ഈ വൈവിധ്യമാർന്ന ശാസ്ത്രമാണ് വേദങ്ങളിൽ എഴുതി വെച്ചേക്കുന്നത്. അല്ലാതെ ഒരു ഈശ്വരനും നിങ്ങൾക്ക് ലോട്ടറി അടിച്ചു തരണമെന്ന് വേദങ്ങളിൽ എഴുതി വെച്ചിട്ടില്ല. ഇന്ന് വൈദേശിക യൂണിവേഴ്സിറ്റികളിൽ UP സ്കൂളിലെ കുട്ടികൾക്ക് രാവിലെ ഗായത്രി, അമേരിക്കയിൽ നമ്മൾ പറയാമല്ലോ വേൾഡിലെ നമ്പർ 1
സ്കൂളുകളിൽ 3000 സ്കൂളുകളിലോളം രാവിലെ ഗായത്രി മന്ത്രം അല്ലെങ്കിൽ ഭഗവത്ഗീത വചനം ജപിച്ച് സൂര്യ നമസ്കാരവും ചെയ്യിച്ചിട്ടേ കുട്ടികളെ പഠനത്തിലെടുത്തു. ആ കുട്ടികൾക്ക് മാത്രമേ ബ്രെയിനിന് പോളറൈസേഷനും ഉള്ളൂ, ബുദ്ധിശക്തിയും ഉള്ളൂ എന്ന് ശാസ്ത്രീയമായി അവർ കണ്ടെത്തി. തൂണിലും തുരുമ്പിലും സർവ്വചരാചരങ്ങളിലും ഈശ്വരീയമായ ചൈതന്യമുണ്ട്. ബട്ട് എന്തുകൊണ്ട് ക്ഷേത്രത്തിൽ പോകുന്നു? ക്ഷേത്രം പ്രതിഷ്ഠ ചെയ്തിരിക്കുന്നത് ഈ കാന്തിക എനർജി പവറിനെ അധിഷ്ഠിതമായി. എൻ്റെ പേര് സൂര്യവംശി പ്രസിദ്ധൻ നാരായണൻ എന്നാണ്. ഞാൻ ഈ വവ്വാക്കുന്ന് ലക്ഷ്മി നാരായണ ക്ഷേത്രത്തിൽ ഈ കഴിഞ്ഞ 23-ാം തീയതി ആരംഭിച്ച ലക്ഷ്മി നാരായണ യാഗത്തിൻ്റെ മുഖ്യ പുരോഹിതായിട്ടാണ് എത്തിയത്. ഈ ക്ഷേത്രത്തിൽ ഒരുപാട് യാഗങ്ങൾ നടത്തിയെങ്കിലും ഓരോ ദിവസവും ഓരോ ഭഗവത് ചൈതന്യത്തെ ഉൾക്കൊണ്ടുകൊണ്ടുള്ള യാഗങ്ങളാണ് ഈ ക്ഷേത്രത്തിൽ നടത്തുന്നത്. അപ്പോൾ ആ ഈശ്വരീയമായ ചൈതന്യം ഈ പ്രകൃതിയെ ശുദ്ധീകരിക്കുവാനും നമ്മുടെ സാധാരണ ജനങ്ങളിലേക്ക് യാഗത്തിൻ്റെ മഹത്വത്തെ നൽകുവാനും ഈ യാഗം കൊണ്ട് കഴിയും. ഈ യാഗത്തിൽ വന്ന ഓരോ വ്യക്തികൾക്കും ഒരു യാഗം നടന്നു കഴിഞ്ഞാൽ അതിലുണ്ടാകുന്ന പോസിറ്റീവ് എനർജി എന്താണെന്ന് സ്വയം തൊട്ടറിയുവാൻ കഴിയും. അവരുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഭാഗ്യമായിട്ടാണ് ഈ മഹായാഗത്തെ കാണുന്നത്. ഇനിയും ഈ ക്ഷേത്രത്തിൽ ഇതുപോലുള്ള മഹായാഗങ്ങൾ കഴിയട്ടെ. ഈ യാഗം നടന്ന ഈ മണ്ണിൽ ഇന്ന് തന്നെ പ്രകൃതി തന്നെ സ്വയം അറിയിച്ചു. പഞ്ചഭൂതഗണങ്ങളിൽ ജലം, മഴ പെയ്തുകൊണ്ട് തന്നെ ആ പൂർണ്ണഭൂതി സമയത്ത് പ്രകൃതി തന്നെ ആ ഈശ്വരീയമായ ചൈതന്യത്തെ ഈ ഭക്തജനത്തിനും ഈ പ്രകൃതിക്കും സമക്ഷമായി നൽകുകയുണ്ടായി. അത് ഈശ്വരീയ നിമിത്തമാണ്. അപ്പോൾ എന്തായാലും ഈ മഹത് കർമ്മത്തെ, ഈ യാഗത്തെ ഈ പൂർണ്ണതയിൽ എത്തിക്കാൻ കഴിഞ്ഞത് മുൻജന്മ ഭാഗ്യവും ഈ ജന്മത്തിൽ ചെയ്യുന്ന കർമ്മ പുണ്യവുമാണ്. അപ്പോൾ ഈ പുണ്യകർമ്മം ഇതോടുകൂടി അവസാനിക്കുകയാണ്. നന്ദി, നമസ്തേ. എല്ലാവർക്കും നമസ്കാരം. ജന്മാന്തരങ്ങളുടെ പുണ്യമാണ് ഇങ്ങനൊരു യാഗം നടത്താൻ നമുക്ക് സാധിക്കുന്നത്. പ്രത്യേകിച്ചും പിതൃക്കൾക്ക് മോക്ഷമേകുന്ന രാമായണത്തിൻ്റെ പുണ്യം പകരുന്ന ഈ കർക്കിടക മാസത്തിൽ മോക്ഷപ്രദായകനായ മഹാവിഷ്ണു ഭഗവാനും തലമുറകൾക്ക് സൗഭാഗ്യവും ഐശ്വര്യവും നൽകുന്ന ലക്ഷ്മി ഭഗവതിയും കുടികൊണ്ട് അനുഗ്രഹമേകുന്ന തിരുസന്നിധാനത്തിൽ ലക്ഷ്മി യാഗം നടത്താൻ കഴിഞ്ഞത് ജന്മജന്മാന്തരങ്ങളുടെ പുണ്യമാണ്. തന്നെയുമല്ല, യാഗത്തിൻ്റെ ഓരോ ദിവസവും ഈ ക്ഷേത്രത്തിലെ വിവിധ ദേവതകളെ സംബന്ധിച്ചിട്ടുള്ള മഹത് കർമ്മങ്ങൾ നടത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ്. വളരെ വൈദിക താന്ത്രിക കർമ്മങ്ങളിൽ അഗ്രേസരായ പുരോഹിതന്മാരെ ഒപ്പം പങ്കെടുപ്പിക്കുവാൻ കഴിഞ്ഞതിൽ ചാരിതാർത്ഥ്യമുണ്ട്. തന്നെയുമല്ല, ഇന്ന് നടന്ന മഹാകാളിക ഹവനം അതിൻ്റെ പൂർണ്ണതയിലെത്തുമ്പോൾ ആകാശത്ത് നിന്ന് അമൃതവർഷം ചൊരിഞ്ഞത് ഇവിടെ എത്തിച്ചേർന്ന ഭക്തജനങ്ങൾക്കും യാഗാചാര്യന്മാരെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്കും ഒരു മികവുറ്റ അനുഭവം തന്നെയാണ്. ഒരു കാലഘട്ടത്തിൽ വളരെ പ്രൗഢിയോടുകൂടി വിരാജിച്ചിരുന്ന ഈ ക്ഷേത്രം ഇനിയും
പൂർവാധികം ഭംഗിയോടെ ഉത്തരോത്തരം അഭിവൃദ്ധി പ്രാപിക്കുവാൻ ഈ യാഗകർമ്മങ്ങൾ നിദാനമാകും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. തീർച്ചയായും ഈ യാഗത്തിൻ്റെ പരിസമാപ്തിയിലേക്ക് എത്തുമ്പോൾ ഈ യാഗത്തോടു കൂടി ഈ ക്ഷേത്രം മറ്റൊരു തലത്തിലേക്ക് എത്തും. ഇനി ഈ ക്ഷേത്രം അറിയപ്പെടുന്നത് ലക്ഷ്മി നാരായണ മഹായാഗത്തിന് മുമ്പെങ്ങനെ, ലക്ഷ്മി നാരായണ യാഗത്തിന് ശേഷം എങ്ങനെ എന്നുള്ള തലത്തിലാണ്. ഇതിനെ ശരിയായി ഉയർത്തുവാൻ അർപ്പണ ബുദ്ധിയോടുകൂടി ബഹുമാനപ്പെട്ട സംഘാടകർ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് നിർവഹിക്കാൻ കഴിഞ്ഞാൽ തീർച്ചയായും നാനാഭാഗങ്ങളിൽ നിന്നും നാനാജാതി മതസ്ഥരും എത്തിച്ചേരുന്ന ഒരു തീർത്ഥാടന കേന്ദ്രം, കേവലം ഒരു ക്ഷേത്രം എന്നതിനപ്പുറം ഒരു തീർത്ഥാടന കേന്ദ്രമായി ഇത് മാറും എന്നതിൽ സംശയമില്ല. ഇതിനൊരു ഭാഗമായി മാറാൻ സാധിച്ചതിൽ ജന്മാന്തര സുഹൃതം പുണ്യം കാര്യമാണ്. ഇവിടെ കൂടിക്കൊണ്ട ദേവദാസാന്നിധ്യത്തെ അദ്ദേഹം കുടുംബസമേതം തിരിച്ചറിയുകയും ഇവിടെ തുടർന്ന് അദ്ദേഹം തന്റെ സഹധർമ്മിണിയോടൊപ്പം കുടുംബത്തോടൊപ്പം ഒരു ക്ഷേത്രം നിർമ്മിക്കുകയും ആ ക്ഷേത്രം നാടിന്റെ അഭിവൃദ്ധിക്കായി സമർപ്പിക്കുകയാണ് ചെയ്തത്. വർഷം തോറും ഉത്സവവും മറ്റുമൊക്കെ നടത്താറുണ്ടെങ്കിൽ പോലും ഇങ്ങനൊരു മഹത്കർമ്മം ആദ്യമായിട്ടാണ് ഇവിടെ നടത്തപ്പെടുന്നത്. ലക്ഷ്മി നാരായണ മഹായാഗത്തിന് കളമൊരുങ്ങുവാൻ ഈ ക്ഷേത്രം ഒരു വേദിയായി മാറിയതിൽ വളരെയധികം സന്തോഷമാണ്. എന്നെ ഏൽപ്പിച്ച ചടങ്ങെല്ലാം പൂർത്തീകരിച്ച് യാഗം പൂർണ്ണമായി ഭഗവാനും ദേവി ദേവന്മാരെയൊക്കെ തണുപ്പിച്ചിട്ട് തന്നെ ഞങ്ങൾ പടിയിറങ്ങുന്നു. ഇപ്പോൾ ക്ഷേത്രം ഞാൻ തിരിച്ച് നിങ്ങളെ ഏൽപ്പിക്കുകയാണ്. പൂർവ്വകാലം ചൈതന്യത്തോടെ ഇപ്പം നിലവിൽ എന്താണ്ടായിരുന്നു അത് 10 മടങ്ങ് ശക്തിയോടുകൂടി എല്ലാ ദേവന്മാരെയും ശക്തീകരിച്ചിട്ട് ആചാര്യന്മാരുൾപ്പെടെ ഞങ്ങൾ പടിയിറങ്ങുകയാണ്. ഇനി ഇതിലും വലിയ വലിയ കർമ്മങ്ങളോട് നടക്കട്ടെ. അതിൽ ഭാഗമാകാൻ പറ്റുമെങ്കിൽ നമ്മൾ ലക്ഷ്യം. എല്ലാ വീടുകളിലും എല്ലാ കുടുംബങ്ങളിലും സ്നേഹവും സന്തോഷവും സമാധാനവും ഉണ്ടാകാൻ വേണ്ടിയാണ് ഭൂമിയിൽ ക്ഷേത്രങ്ങൾ ഉണ്ടായിരിക്കുന്നത്. ഈ ക്ഷേത്രങ്ങളിൽ നിന്ന് കിട്ടുന്ന എനർജി അവരുടെ മനസ്സുകളിലേക്ക് പോസിറ്റീവ് എനർജിയായി പ്രവഹിച്ച് അവരുടെ മനസ്സിലെ അന്ധതയെയും ഇല്ലാതാക്കി അവിടെ അറിവിൻ്റെ പ്രകാശവും വെളിച്ചവും നിറച്ച് അവരുടെ മനസ്സ് ശുദ്ധമാക്കി ലക്ഷ്മിയും നാരായണനും ഒരുമിച്ച് ഒരേ അർദ്ധനാരീശ്വരരായി നിൽക്കുന്ന ശിവനും പാർവതിയും മാത്രമാണ് അർദ്ധനാരീശ്വരനായി കുടികൊള്ളുന്നത് പലയിടങ്ങളിലും ഞാൻ കണ്ടിട്ടുള്ളൂ. പക്ഷേ ഈ ക്ഷേത്രത്തിൽ മാത്രമാണ് അങ്ങനെ ഒരു അത്യപൂർവ പ്രതിഷ്ഠ കാണാനിടയായത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ വീണ്ടും ഈ ക്ഷേത്രത്തിലേക്ക് കടന്നു വരാൻ ഇടയായത്. ലക്ഷ്മീനാരായണ ക്ഷേത്രത്തിൽ നടന്ന മഹായാഗം ഈ പ്രദേശത്തുള്ളവർക്ക് മുഴുവൻ, ഈ ക്ഷേത്രത്തിൻ്റെ സന്നിധിയിൽ ചുറ്റുപാടും ഉള്ളവർക്ക് മുഴുവൻ അവർക്ക് വെളിച്ചമായി അവരുടെ മനസ്സിന് സന്തോഷവും സമാധാനമായി ഉണ്ടാകാൻ കാരണമായിരിക്കുന്നു. ഇനി ഇതൊരു വലിയ അറിയപ്പെടുന്ന ക്ഷേത്രമായി തീരാനിടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമസ്കാരം. നമുക്ക് വിശ്വാസമുണ്ട്. നമ്മുടെ ഓരോ ആഗ്രഹങ്ങളുള്ളത് ഇവിടെ വന്ന് പറയുമ്പോൾ നമുക്ക് സാധിച്ചു കിട്ടുന്നുണ്ട്. ഇവിടെ വന്നതിന് ശേഷം തിരുവനന്തപുരം അഭിവൃദ്ധിയൊക്കെ ഉണ്ട്, മാറ്റങ്ങളുണ്ട്. തന്നെ നമസ്തേ, എൻ്റെ പേര് സുനീലിയാണ്. ഞാൻ വർക്കല ഇലവൺ പഞ്ചായത്തിലെ പാളയംകുന്ന് എന്ന സ്ഥലത്തുള്ളതാണ്. ഞാൻ വേറെ അമ്പലങ്ങളിലൊന്നും പോകത്തില്ല. ഇപ്പോഴും ഈ അമ്പലത്തെക്കുറിച്ച് പാരിപ്പള്ളി വവ്വാക്കുന്ന് ലക്ഷ്മീനാരായണ ക്ഷേത്രത്തെക്കുറിച്ച് കേട്ട് അങ്ങനെ ഒരു ചാനലുകാരോട് അവിടെ വന്നതാണ്. വന്നപ്പോൾ എൻ്റെ ഹസ്ബൻഡിന് സുഖമില്ലായിരുന്നു. അപ്പോൾ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് ചേട്ടൻ്റെ കാലിന് ഇത്തിരി ഭേദമായി. അങ്ങനെ എനിക്ക് വിശ്വാസമായി. ഞാൻ ഈ യാഗത്തിൽ പങ്കെടുത്ത് അപ്പോൾ നല്ല യാഗമായിരുന്നു. ഈ പണ്ഡിതന്മാരെല്ലാം വന്ന് നല്ല, അത് നമുക്ക് ആദ്യമായിട്ടാണ് ഞാൻ ഈ യാഗം കാണുന്നത്.
അത് വൻ വിജയമായിട്ട് തീർന്ന് അതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഇവിടുത്തെ ഈ രക്ഷാധികാരി നല്ല ഇതായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ഒറ്റ രക്ഷാധികാരിയുടെ ഒറ്റ കഴിവുകൊണ്ടാണ് ഈ അമ്പലം ഇത്രയും ഉയർത്തി വന്ന് താഴ്ന്ന ഇത് പാവപ്പെട്ട ഒരു ഇതായിട്ട് അധ്വാനിച്ചുണ്ടാക്കിയ ഒരു ക്ഷേത്രമാണിത്. അതിന് എല്ലാവരും സപ്പോർട്ടുണ്ട്.